എത്ര വലിയ വീഴ്ചയാണ് അവർ വരുത്തുന്നത്. ദയാഹർജി കൊടുക്കാൻ അവസരം ലഭിച്ചിട്ടും കൊടുക്കാതെ വീണ്ടും വീണ്ടും മരണത്തിലേക്ക് നടന്നെടുക്കുന്ന വ്യക്തിയെ പോലെയല്ലേ പരിശുദ്ധമായ റമദാൻ ശരീഫ് കടന്നു വന്നിട്ടും സുഹൃതങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം സമ്മാനിക്കുന്ന മാസത്തിൽ ഒരു സുന്നത്തിന് ഫർദിന്റെ പ്രതിഫലം, ഫർദിന് 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസത്തിൽ അല്ലാഹുവിലേക്കൊന്ന് സുജൂദിലേക്ക് മടങ്ങാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ, അതിന് മനസ്സ് തോന്നിയിട്ടില്ലെങ്കിൽ അവൻ എത്ര വലിയ ഹതഭാഗ്യനാണ്. സുബ്ഹാനല്ലാഹ്. സ്നേഹത്തോട് പറയട്ടെ മുഅ്മിനീങ്ങളെ, ചില ആളുകളുടെ നോമ്പ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക്, പരിസരങ്ങളിലേക്ക്, സമൂഹത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോ ചില ആളുകളുടെ നോമ്പൊക്കെ വ്യത്യസ്തമായ കോലങ്ങളിലാണ്. 1-2 ദിവസങ്ങളിലൊക്കെ വളരെ കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കും. പള്ളിയിലും മറ്റു ജമാഅത്തിലൊക്കെ പങ്കെടുക്കും. നിസ്കാരങ്ങളൊക്കെ വലിയ കൃത്യമായിരിക്കും. റമദാനിന്റെ തുടക്കം വല്ലാത്ത ജോറായിരിക്കും, ഭംഗിയായിരിക്കും. സുബ്ഹാനല്ലാഹ്. 1-2 റമദാനൊക്കെ അങ്ങ് കഴിഞ്ഞു, തറാവീഹ് പൂർണ്ണമാകുന്നില്ല. ഇശാ നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും പള്ളിയിലേക്ക് വരുമ്പോ കൂടെ വരും. നമസ്കാരം കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നു. നമസ്കാരത്തിൽ തുടക്കത്തിൽ പങ്കെടുക്കും. അല്പം കഴിയുമ്പോൾ ഒരു കോള് വരുന്നു, അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കുന്നു. എന്തോ അർജന്റായ കാര്യം അവനെ ബോധിപ്പിക്കുന്നുണ്ട്, അവന് മാടി വിളിക്കുന്നുണ്ടെന്ന ബോധത്തിൽ ആ മൊബൈലും എടുത്തവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ച നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണുമ്പോ അത്തരക്കാരുടെ ഈമാനെ കുറിച്ച് പറയുന്നത് അവരുടെ ഈമാനിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ശരീരത്തിന് ക്യാൻസർ ബാധിച്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അവയവങ്ങളിലൊക്കെ ക്യാൻസർ ബാധിച്ച രോഗികളെ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈമാനിന് ക്യാൻസർ ബാധിച്ച ആളുകൾ ഇത്തരക്കാരാണ്. അവരുടെ ഈമാന് പൂർണ്ണമായിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഓർമ്മയില്ലേ? മാ അതാ അലൽ മുസ്ലിമീന ശബ്റുൻ ഖൈറുൻ ലഹും. മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിനേക്കാൾ ശ്രേഷ്ഠമായ ഖൈറായ നേട്ടമായ ഒരു മാസവും വന്നിട്ടില്ല. അതിനേക്കാൾ മെച്ചമായ ഒരു മാസമില്ല. വലാ അതാ അലൽ മുനാഫിഖീന ശബ്റുൻ ലഹും മിൻ റമദാൻ. ഈമാന് പൂർണ്ണമാകാത്ത പുറമോടിയിൽ മാത്രം ഈമാന് കാഴ്ചവെച്ചുകൊണ്ട് ഉള്ളിൽ ഈമാൻ ചുരുങ്ങിയ രൂപത്തിൽ നടക്കുന്ന കപട വിശ്വാസികളായ മുനാഫിഖീങ്ങളായ ആളുകൾ, അത്തരക്കാർക്കതാ റമദാൻ അവർക്ക് ദോഷമാണ്. റമദാനിനേക്കാൾ ശർറായ ഒരു മാസം അവർക്ക് വേറെ ഇല്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ വസ്തുത എന്താണ്? റമദാൻ കടന്നു വന്നിട്ടും ആയുസ്സുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും അല്ലാഹു സുഗന്ധങ്ങൾക്ക് നൽകിയതായ ഓഫറുകൾ അനുഭവിച്ച് മനസ്സിലാക്കി അറിഞ്ഞിട്ടും അതിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാൻ, ആ ഇബാദത്തുമായിട്ട് അവന്റെ ജീവിതം ഭംഗിയാക്കാൻ, ആയുസ്സൊന്ന് മെച്ചപ്പെടുത്താൻ, റമദാനിലൂടെയെങ്കിലും രക്ഷ പ്രാപിക്കാൻ അവസരം കണ്ടെത്താത്ത ഹതഭാഗ്യർ, അവർക്ക് പിന്നെ റമദാൻ ദോഷകരമല്ലാതെയായി മാറൂല. ആ റമദാൻ അനുകൂലമായി അവർക്ക് സാക്ഷി നിൽക്കൂല. പകരം റമദാനിന്റെ ശാപം, അതിന്റെ ലഅനത്ത് ഏറ്റുവാങ്ങേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഓ എന്റെ ചെറുപ്പക്കാരെ, നമ്മൾ ഈമാനികമായിട്ടും ഇബാദത്ത്പരമായിട്ടും അല്ലാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തം നേടാനുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ചുറ്റുപാടൊക്കെ വലിയ മോശമാണ്. കാട്ടുതീ പടർന്ന പോലെ എല്ലാം മോശമായി കൊണ്ടിരിക്കുകയാണ്. കാട്ടിലൊരു തീ വരുന്ന സമയത്ത് അതിൽ വസിക്കുന്ന സർവ്വജീവികളും കോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ലാതെ ഓടുന്നു. ചിലവർ അന്തം വിട്ട് നിൽക്കുന്നു, ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നതുപോലെയാണ് സമൂഹത്തിൽ ദൈനംദിനം മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് വിശേഷിച്ചും ഒരുപാട് പ്രയാസങ്ങളും നിയമ നടപടികളും എതിരായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പരിസരം എല്ലാ നിരക്കും പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യം. സുബ്ഹാനല്ലാഹ്. എന്തിനേറെ പറയണം, ഈ പവിത്രമാക്കപ്പെട്ട റമദാൻ ശരീഫിന്റെ കടന്നുവരവ് തന്നെ മുസ്ലിമീങ്ങളായ ഇസ്ലാം സമൂഹത്തിന് ഒന്നടങ്കം വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു നിയമ നടപടിയല്ലേ കേട്ടത്.
CAA നടപ്പിലാക്കി എന്നുള്ള വളരെ സങ്കടമായ ഒരു വാർത്തയല്ല കേൾക്കാനിടയായത്. എവിടുത്തെ നിയമമാണ്? ഈ മഹാഭാരതത്തിന്റെ, ഈ സുന്ദരമായ ഭാരതത്തിന്റെ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ, ഒരു കാടത്ത നിയമമല്ലേ നടപ്പിലാക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 5 വർഷം രാജ്യത്ത് താമസിച്ച ഒരാൾക്ക് രേഖാമൂലം ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവൻ ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഏത് ജാതിക്കാരനായാലും ഏത് വിശ്വാസക്കാരനായാലും അവനിക്ക് അവിടെ പൗരത്വം കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിയമനടപടിയിൽ. എന്നാൽ ഈ CAA നടപ്പാക്കുന്നതിലൂടെ ആ കാര്യം അങ്ങ് നിഷേധിക്കപ്പെടുകയാണ്. ഹിന്ദുവിനുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഇതര വിശ്വാസികൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്ലാം മത വിശ്വാസികൾക്കതാ അവിടെ റോളില്ല കേട്ടോ. ലഭിക്കുന്നില്ല, പൗരത്വം ലഭിക്കാതെ നിഷേധിക്കപ്പെടുന്ന കാര്യമാണ്. നമുക്കും ചിലപ്പോ നിഷേധിക്കപ്പെട്ടേക്കാം. നമ്മളിവിടെ ജീവിക്കുന്നവർ പറയുന്നതിന് സമാനമായ രേഖകളൊന്നും ബോധിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പൗരത്വം നിഷേധിക്കപ്പെടാൻ സാധ്യതയേറെയാണ്. നിങ്ങൾ നോക്കി, ഇസ്ലാമിനെയും വിശുദ്ധ ദീനിനെയും കടിച്ചു കയറാൻ, അതിന്റെ വക്താക്കളെയും പരാജയപ്പെടുത്താൻ, നശിപ്പിക്കാൻ ഏത് നിലക്കും തയ്യാറായി കൊണ്ടിരിക്കുന്ന ഭീകരവാദികളാണ്, സമൂഹദ്രോഹികളാണ് രാജ്യത്തിലുടനീളം പരന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി കണ്ടില്ലേ, ഡൽഹി എന്ന പ്രവിശാല പ്രദേശത്ത് പരിശുദ്ധമാക്കപ്പെട്ട ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഒത്തുകൂടിയതായ വിശ്വാസികൾ അതേ പള്ളിയുടെ കോമ്പൗണ്ടിലും പരിസരത്തും നിറഞ്ഞു കവിഞ്ഞ് അവസാനം റോഡ് സൈഡിലൂടെ നിസ്കാരത്തിന് വേണ്ടി വാഹനങ്ങൾക്ക് ഗതാഗത സൗകര്യങ്ങളൊന്നും തടസ്സപ്പെടുത്താതെ ആ റോഡിന്റെ ഒരു വശത്തേക്ക് മുസല്ലയും വിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയതായ വിശ്വാസികളെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട്, ആ സ്റ്റേജിനെ കാക്കേണ്ടവരായ ആളുകൾ, ആ സർക്കാർ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ഈ വിശ്വാസികളെ അവരെ ചവിട്ടിന് അടിമപ്പെടുത്തുകയാണ്. ചവിട്ടുകൊണ്ട് അവിടെ വിശ്വാസത്തിൽ തെറ്റുകയാണ്, ആരാധനയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കാണുന്ന മുസൽമാന്റെ ചങ്ക് വിടക്കുകയല്ലേ. എന്തൊരു സങ്കടമുള്ള കാഴ്ചയാണ്. സ്വതന്ത്രമായി ഇബാദത്തെടുക്കാൻ, ഒരു നേരം നിസ്കരിക്കാൻ പോലും സമ്മതിക്കാത്ത സാഹചര്യം. അല്ലാഹുവിന്റെ പരിപൂർണ കാവലല്ലാതെ, അവന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്കൊരിക്കലും രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിലക്കും നമ്മൾ ആരും പതറാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ ഈമാൻ ഒരിക്കലും ചോർന്നു പോകാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇസ്ലാമിന്റെ 2ാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം തന്നെ പരിശോധിച്ചു നോക്കി. കില്ല പിടിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ആ ഉമർ ഇബ്നുൽ ഖത്താബ് ആ കഅബയുടെ പരിസരത്തേക്ക് തന്നെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരുമ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട്, മുഅ്മിനീങ്ങളെ, അവരുടെ ഈമാനിന്റെ കെട്ടുറപ്പൊന്ന് നോക്കണം. ആ ഉമർ തങ്ങളുടെ ഈമാനിന് എന്താണ് ഇത്ര മാറ്റം വരാൻ കാരണം? പോകുമ്പോൾ കഠിനമായ ശത്രുവായിരുന്നു, തിരിച്ചു വരുമ്പോൾ അറ്റമില്ലാത്ത സ്നേഹം കൊണ്ട് ഈമാനങ്ങ് ഉറച്ചുപോയി. ആരാണ് അവിടുത്തെ ഖൽബിൽ എത്രത്തോളം ഈമാൻ ഇട്ട് കൊടുത്തത്? മറ്റൊന്നുമല്ല, ഖാലിഖായ അല്ലാഹു ജല്ല ജലാലുഹു ആണ് മുഅ്മിനേ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു പറയുന്നു, ഉമ്മയുടെ മുലപ്പാല് കുടിച്ച് ഏതെങ്കിലും ഒരാൾ ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ തല ഞാനങ്ങ് എടുത്തു പോകും കേട്ടോ. യുദ്ധം കഴിഞ്ഞ ഹബീബായ തങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും ക്ഷീണിച്ചൊരു ഭാഗത്തിരിക്കുമ്പോ സ്വഹാബാക്കൾ ഒരു ഭാഗത്ത്, റസൂൽ തനിച്ചൊരു ഭാഗത്ത്. ആ സമയത്തതാ എന്നൊരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ അവിടുന്ന് മുതിർന്നപ്പോൾ റസൂലുള്ള പെട്ടെന്ന് ചാടി എണീറ്റു. ആ സമയത്ത് അയാൾ ചോദിക്കുന്നു, മുഹമ്മദേ, ഈ
ഈ സമയത്ത് ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത്? ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, എന്റെ റബ്ബ് എന്നെ രക്ഷിക്കുമല്ലോ, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന വാക്യം ആ ധീരനായ കടന്നു വന്നതായ ശത്രുവിന്റെ മനസ്സിൽ വല്ലാത്ത പേടി അങ്ങ് വന്നു പോവുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് അങ്ങ് വന്നു പോകുന്നു. കൈ വിറച്ചുകൊണ്ട് കയ്യിൽ നിന്നതാ വാള് നിരത്തി വീഴുന്നു. ആ നിരത്തി വീണ വാളെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, മോനെ, ഇപ്പോൾ നിന്നെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? ഈ വാളിന്റെ മുനയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഏത് ശക്തിയാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം അവിടെ പതറി പോകുന്നു. മാപ്പ് ചോദിച്ചു. റസൂലുള്ള മാപ്പ് കൊടുത്തു. നീ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ പോകുന്ന യാത്രയിൽ, തിരിച്ചു പോകുന്ന യാത്രയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്തൊരു മാറ്റം, ഒരു ഈമാനികമായ ചിന്ത കടന്നു വരുന്നു. എന്തൊരു നല്ല മനുഷ്യനാണ്, എന്തൊരു നല്ല വിശ്വാസമാണ്, ഇത്രത്തോളം വിശ്വസിക്കാൻ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിന്റെ വക്താവിൽ നിന്ന് ഒരിക്കലും തിന്മ സംഭവിക്കൂലല്ലോ എന്ന ചിന്തയിലായിട്ട് ആ മനുഷ്യൻ തിരിച്ചു വന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ കുടക്കീഴിൽ അണിഞ്ഞു ചേരുകയാണ്. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്താണ് ഇവിടെയെല്ലാം സംഭവിച്ചത്? മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ കാരുണ്യം. ആ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആരും നിരാശരാകൂല. പ്രതീക്ഷിക്കണം, നിരാശരാകാൻ പാടില്ല. എത്ര വലിയ കടുത്ത നിയമങ്ങൾ വന്നാലും നമ്മുടെ ദീന്, നമ്മുടെ ശരീഅത്ത്, നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം ഒരിക്കലും കൈവിടാൻ പാടില്ല. കാലത്തിനനുസൃതമായി, ജനറേഷൻ അനുസരിച്ച് മാറ്റേണ്ടതല്ല നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആരാധനകൾ, അതെല്ലാം ചുരുക്കപ്പെടേണ്ടതല്ല.